ബി.ജെ.പിക്ക് ബാലികേറ മലയില്ലെന്ന് തെളിയിക്കപ്പെടുന്ന ഒരു തെരഞ്ഞെടുപ്പായി ഈ തെരഞ്ഞെടുപ്പ് മാറും. ജില്ലയിലാകമാനം കഴിഞ്ഞകാല തെരഞ്ഞെടുപ്പിനേക്കാൾ വലിയ മുന്നേറ്റം ഭാരതീയ ജനതാ പാർട്ടിക്കും NDA സഖ്യത്തിനും ഇതിനകം തന്നെ വലിയ മുന്നേറ്റം ഉണ്ടാക്കാൻ കഴിഞ്ഞിട്ടുണ്ട്. അതിൻ്റെ പ്രതിഫലനം തെരഞ്ഞെടുപ്പിലുണ്ടാകും. UDFും LDFും വർഗീയ ധ്രുവീകരണം നടത്താനാണ് ശ്രമിച്ചത്. CPM, SDPI, പോപ്പുലർ ഫണ്ടുമായും കോൺഗ്രസും മുസ്ലിം ലീഗും ജമാഅത്ത് ഇസ്ലാമിയുമായും കൂട്ടുചേർന്നുകൊണ്ടാണ് ഈ തെരഞ്ഞെടുപ്പിനെ നേരിടുന്നത്. BJP ഈ തെരഞ്ഞെടുപ്പിനെ നേരിടുന്നത് വികസനത്തിൻ്റെ അജണ്ട മുന്നിൽ വെച്ചുകൊണ്ടാണ്. അപ്പോൾ അതുപോലെ തന്നെ സമഗ്ര മേഖലയിൽ മുദ്രാ ലോണും ആണെങ്കിലും കിസാൻ സമ്മാൻ നിധി ആണെങ്കിലും പ്രധാനമന്ത്രി ആവാസ് യോജനയാണെങ്കിലും കേന്ദ്ര സർക്കാരിൻ്റെ ഒട്ടേറെ പദ്ധതികൾ ഈ ജില്ലയിൽ നടപ്പാക്കിയിട്ടുണ്ട്. ജില്ലാ രൂപീകരണത്തിന് ശേഷം ഇത്രയും വികസനം വന്നൊരു കാലഘട്ടം മലപ്പുറം ജില്ലയുടെ ചരിത്രത്തിലുണ്ടായിട്ടില്ല. അപ്പോൾ അത് ജനങ്ങൾ മനസ്സിലാക്കിയിരിക്കുന്നു. മാത്രമല്ല, മുസ്ലിം സ്ത്രീകൾക്കിടയിലുള്ള മുത്തലാഖ് നിയമം നടപ്പിലാക്കിയതോടുകൂടി സ്ത്രീകളുടെ ഒരു അനുകൂലമായ അവസ്ഥ, മുസ്ലിം സമുദായത്തിലെ മുസ്ലിം സ്ത്രീകളുടെ അനുകൂലമായ ഒരവസ്ഥ മോദി സർക്കാരിനോട് അനുകൂലമായി വന്നിരിക്കുന്നു. ഈ മലപ്പുറം ജില്ലയിൽ വികസനം നടന്നിട്ടില്ല. ഈ ജില്ലയിൽ 5 മന്ത്രിമാരുണ്ടായിട്ടും ഒരു വികസനവും നടന്നിട്ടില്ല. വികസനം വീട്ടുമുറ്റത്തേക്ക് എത്തിച്ചത് നരേന്ദ്രമോദി സർക്കാരാണ്. അതിൻ്റെ ആനുകൂല്യം ഭാരതീയ ജനതാ പാർട്ടിക്ക് ലഭ്യമാകുമെന്നാണ് ഞങ്ങൾ വിശ്വസിക്കുന്നത്. കഴിഞ്ഞ തവണത്തേക്കാൾ 4 ഇരട്ടി വിജയം ഈ തവണ മലപ്പുറം ജില്ലയിൽ BJPക്ക് ഉണ്ടാവും. അതിനനുകൂലമായ സാഹചര്യമാണ് ഈ മലപ്പുറം ജില്ലയിലുള്ളത്. വികസനത്തിന് ഒരു വോട്ട് എന്നാണ് BJPയുടെ ഈ തവണ ചോദിക്കുന്നത്.